എന്താടീ എന്തുപറ്റി? ഒന്നുമില്ല. പഴയതുപോലെ അമ്മയോട് കാശ് ചോദിക്കേണ്ട അവസ്ഥയായി ചെലവിന്. ജോലിയില്ലല്ലോ. തൽക്കാലത്തെ ആവശ്യത്തിന് നീ അമ്മയോട് ചോദിക്കണ്ട. എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അല്ല, നിനക്കിന്ന് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങായിരുന്നു. പക്ഷേ ക്യാഷ് അത് പറയണ്ടേ? ആ ഷെൽഫിലുണ്ടാവും, പോയെടുത്തോ. അവിടെ ഒന്നുമില്ല. ഇല്ലേ? 100-ന്റെ 50-ന്റെ ഒക്കെ നോട്ട് ഞാനിവിടെ കണ്ടാണല്ലോ. എപ്പോ? രാവിലെ. എന്നാ പിന്നെ അവന്മാര് ചൂണ്ടിക്കാണും. ഛേ, ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ. അല്ല, ഇവന്മാർക്ക് എന്താ ഇത്ര കാശിന് അത്യാവശ്യം? ഇനി വല്ല കള്ളൂടിയും സിഗരറ്റ് വലിയൊക്കെ ഉണ്ടോ? ആനന്ദാണെങ്കിൽ സിനിമയ്ക്ക് എവിടെയെങ്കിലും പോയി കാണും. ടോണിയുടെ കാര്യം പിന്നെ അറിയാലോ, ഗേൾസിനൊക്കെ ട്രീറ്റ് ചെയ്യാനായിരിക്കും. ഇനി നിങ്ങളാണെങ്കിലോ ബ്യൂട്ടി പാർലറിൽ കൊണ്ടു കൊടുക്കും അല്ലേ? ഞങ്ങൾ റോയ്ച്ചനടുത്ത് ചോദിച്ചിട്ടല്ലേ കാശ് എടുക്കാറുള്ളൂ. വേണ്ട വേണ്ട, ആരധികം പറയൊന്നും വേണ്ട, എല്ലാരും കണക്കാ. ആണല്ലോ, എന്നാ വേണ്ട, ഞാൻ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നില്ല. അയ്യോ പെണ്ണെ, പെണങ്ങല്ലേ. ഇത് വെച്ചോ. താങ്ക്സ്. പണ്ട് ഞാൻ മുംബൈയിലായിരുന്നപ്പോ റൂമിലെ ഈ ആനന്ദിനെയും ടോണീനെയും പോലെ തന്നെ ഒരുത്തുണ്ടായിരുന്നു. ഒരു ഹിന്ദിക്കാരൻ ചൂടറിയാൻ പോകുന്നത്. കോഫി ഷോപ്പിലായിരുന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞു. ഓക്കെടാ, ബൈ, ടേക്ക് കെയർ. ഇതെന്താ ടോണി ഇത്? നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? നിങ്ങൾക്ക് എല്ലാം കൂടി 30 ലക്ഷം രൂപ വെച്ച് കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. നമുക്ക് വീതിച്ചു തരും, നീ ടെൻഷൻ അടിക്കാതെ. അതങ്ങ് ഭരണങ്ങാനം പള്ളിയിൽ പോയി പറഞ്ഞാ മതി. നീ എന്താ ട്രസ്റ്റിന്റെ പേരിലാണോ ലോട്ടറി എടുത്തേക്കുന്നത്? ഒരു ട്രസ്റ്റും ഇല്ല. എനിക്ക് ആ ലോട്ടറി വേണം. തന്നെ എനിക്കത് വേണം. നീ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് ഇതിന്റെ ഷെയർ കിട്ടിയേ തീരൂ. ടോണി പ്ലീസ്, ബെറ്റിന്റെ പേരിൽ 5 അടി ഇനിയും ബാക്കിയുണ്ട്. അത് മുഴുവൻ ഒറ്റയടിക്ക് വേണമെന്ന് പറയുന്നത് സെൽഫിഷ്നെസ്. അടി ഇനി 4 അടി മാത്രമേ ബാക്കിയുള്ളൂ. ഒരെണ്ണവൻ കുറച്ച് മുമ്പ് പാഴാക്കി. എടാ ആനന്ദേ, ആർത്ത് ചോദിച്ചിട്ട് ആ ബെറ്റിന്ന് എടുത്ത് അടിച്ചത്? അനാവശ്യ കാര്യത്തിന് ആ ബെറ്റിന്ന് എടുത്ത് അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് എന്റെ ടിക്കറ്റാ വലുത്. അടി കൊടുത്തിട്ടും അത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ. അല്ല പിന്നെ ഞാൻ ഒരു തീരുമാനം പറയാം. പ്രൈസ് 5 ആയിട്ട് വീതിക്കണം. പിന്നെ സുനിലിന് എന്തെങ്കിലും കൊടുക്കണം. ഇതെന്താ തേങ്ങാമുറിയാണോ വരുന്നവനും പോകുന്നവനൊക്കെ വീതിച്ചു കൊടുക്കാൻ? പോട്ടടാ, ഓരോരുത്തർക്ക് 30 ലക്ഷം വെച്ച് കിട്ടുകയല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അവന് എത്ര കൊടുക്കണം? എത്ര നാളെ നമ്മുടെ ആളല്ലേ, കുറയ്ക്കണ്ട. അവനൊരു 2000 രൂപ വെച്ച് ഈ മാസം കൂട്ടി കൊടുത്തേക്കാം. അയ്യേ, എന്താ ടോണി ഇത്? ഒരു മീൻ ചന്തയിലെ ബാർഗെയിൻ ചെയ്യുന്ന പോലെയുണ്ട്. എന്താണ് ഈ ഒരു അയ്യേ? ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാശ ചുമ്മാ കണ്ടവർക്ക് കൊടുക്കുമ്പോ അല്പം ചങ്ക് പൊള്ളും. ആദ്യം അറിയേണ്ടത് നീ 5 ആയിട്ട് ഷെയർ ചെയ്യുമെന്നാ, പിന്നേലെ 6-ാമതിന്റെ. ഒന്ന് സമ്മതിക്ക്, ഇങ്ങനെ കടിച്ചു കിടക്കാതെ. ഒന്നുമില്ല, ഇത്രയും കാലം തിന്നതിന്റെ നന്ദിയെങ്കിലും കാണിക്കും. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. 30 ലക്ഷം 30 ലക്ഷം. വീണ്ടും ചമ്മി.